ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കട്ടവന് അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കാത്തിരിക്കുന്നത്. അതായത് 71 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ മൃതദേഹം കിട്ടുന്നത്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം തന്നെയാണ്. കാരണം അത് ഇനി കിട്ടുമോ അത് ഇല്ലയോ എന്നുള്ള പല സംശയങ്ങളായിരുന്നു പല ചാനലുകളിലും അതുപോലെ തന്നെ പല ആളുകളും പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നല്ലവരായ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് അർജുൻ്റെ മൃതദേഹം പോലും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം 71 ദിവസമായി കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് യന്ത്രങ്ങളും ഒരുപാട് സൈനികരും ഒരുപാട് മുങ്ങൽ വിദ്യക്കാരും പലവരും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ 2-2.5 മാസത്തിനുള്ളിൽ കാണാൻ പറ്റാത്ത അർജുനെ ഈ ഒരു 71 ദിവസത്തിനുള്ളിലെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അതിൻ്റെ പ്രത്യേകിച്ചൊരു പങ്ക് നമ്മുടെ മനാഫ് കാക്കുണ്ട്. അതിൻ്റെ ലോറിയുടെ ഓണറായിരുന്ന മനാഫ് ഖാനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. മനാഫ് ഖാനെ പറ്റി ഒരുപാട് ആൾക്കാർ മുമ്പ് നെഗറ്റീവ് പറഞ്ഞ വീഡിയോസുമുണ്ട്. അതുപോലെ തന്നെ മനാഫ് ഖാ കള്ളനാണെന്നും അതുപോലെ തന്നെ ലോറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പലവരോടും വീണ്ടും അതിനെ തെരച്ചിൽ നടത്താൻ പറയുന്നതെന്നും പലതും വിളിച്ച് പറയുന്ന വിവരമില്ലാത്ത ആളെ ചാനലൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പ്ലേ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും. ഈ ലോറി അവിടെ എത്തി എന്ന് പറയുന്നു, ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു. അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ, അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി തപ്പ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു. വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം. ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. കാരണം അങ്ങനെ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല. അത് പുറത്തു തന്നെയായിരിക്കും. അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ 2 ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ്? എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു, പരിശോധിച്ചു. നിങ്ങൾ കേട്ടല്ലോ, ഈ വീഡിയോ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അവരൊക്കെ എവിടെയാണ്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ. അതിൽ നമ്മൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനാഫ് ഖാന്റെ അതായത് ഒരു വീഡിയോ കൂടി നിങ്ങൾ കേൾക്കുക. അദ്ദേഹം ലോറിക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇത്ര സമയം അതിന്റെ ബാക്കിൽ പിന്നിൽ നിന്നത് എന്നുള്ളത് മനാഫ് ഖാ തന്നെ പറയട്ടെ. അതും കൂടി നിങ്ങൾ കേൾക്കുക. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുന് കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക. ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ ഒരു ആലോചിക്കുന്നത്. ഫയർഫോഴ്സ് ടീം ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓനെ മതി പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഒരു സാധാരണക്കാരൻ എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ മനാഫ് ഖാനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റൂല. കാരണം തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും. ഓനെ കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു. അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവനെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് അതായത് ഒരു പണിക്കാരന് വേണ്ടിയിട്ട് ഇത്രത്തോളം ത്യാഗം ചെയ്ത ആ ഒരു ഓണർ ഇതുപോലെ ആരും ഉണ്ടാകൂല. കാരണം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം
അവിടെ നിന്ന് അർജുനെ മാത്രം എനിക്ക് മതി, അദ്ദേഹത്തിൻ്റെ അമ്മക്ക് അതായത് ഉമ്മാക്ക് വേണ്ടി ഞാൻ അവിടെ എത്തിക്കും, അർജുൻ്റെ വൈഫിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കും എന്നുള്ള ആ ഒരൊറ്റ ചിന്തയിലാണ് ഇദ്ദേഹം 71 ദിവസം അവിടെ നിന്ന് പൊരുതിയത്. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ പല കുപ്രചരണങ്ങളും പ്രചരിപ്പിച്ച് അദ്ദേഹത്തിനെ ഒരു വർഗീയവാദിയാക്കിയും മറ്റും മറിച്ചും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിനപ്പുറം നല്ലവരായ ആളുകൾ ഒരുപാടുണ്ട് പ്രാർത്ഥനയിലും. അതുപോലെ തന്നെ അർജുനെ കിട്ടണം എന്നുള്ള ഒരു പല രീതിയിലും പല MLA-മാരും അതുപോലെ തന്നെ കർണാടകയിലെ മന്ത്രിമാരും അതുപോലെ കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തള്ളാനും പറ്റൂല. എന്നാലും അതിന് നല്ലൊരു പങ്ക് മനാഫ് കാക്കുണ്ട്, അതിൻ്റെ മെയിൻ ഓണറാണ്. കാരണം ലോറിൻ്റെ ഓണർ അതിനെ നമുക്കതിന് കിട്ടൂല, നമ്മൾക്ക് ലോറി വേണ്ട, നമ്മളതിന് ഇവിടെ നിന്ന് പോവാം എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നടക്കൂല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചാനലിൽ പറയുന്നുണ്ട്, അതായത് എനിക്ക് ലോറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷൂർ മറ്റു കാര്യങ്ങളൊക്കെ തരാം, നിങ്ങൾ അതിന് വിട്ടേക്ക്, നിങ്ങൾ FIR പിൻവലിച്ചേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ലോറിയും അതുപോലെ അതിൻ്റെ ഇൻഷൂറും കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് അർജുനെയാണ്. അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തിക്കാം എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ലോറിൻ്റെ അകത്തുനിന്ന് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇത്ര ദിവസം അദ്ദേഹം കാത്തിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവനോടെ അർജുനെ കിട്ടില്ലെങ്കിലും പക്ഷേ ആ ഒരു മൃതദേഹങ്ങളും അദ്ദേഹത്തിൻ്റെ അവരെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് അവരെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വലിയൊരു കഴിവ് തന്നെയാണ്. പക്ഷെ അതാണ് നമുക്ക് ഇതിൽ സന്തോഷിക്കാനുള്ളത്. അല്ല, അർജുന് മരണപ്പെട്ടു പോയതിൽ എല്ലാവർക്കും വളരെ അധികം ദുഃഖമുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ അർജുൻ്റെ ബ്രദറും കൂടി എന്താണ് പറയുന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വളരെ അധികം ദുഃഖപരമായിട്ടുള്ള ഒരു വാക്കാണ് അർജുൻ്റെ അനുജനും സംസാരിക്കുന്നുള്ളത്. അതൊന്നും നമുക്ക് കാണാം. ഒരു സമയം സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭാവി കാലത്തേക്ക് ഒരു ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും കിട്ടി. ഏട്ടനെ കിട്ടി എന്നുള്ളത് കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് ഏട്ടനുമായി നാട്ടിലേക്ക് പോകണം. അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെ കൊണ്ട് നാട്ടിലേക്ക് പോകണം. ഞാൻ ഇന്നലെ അമ്മേനെ വിളിച്ചപ്പോഴും എല്ലാവരും ഏട്ടന് വേണ്ടി കാത്തിരിക്കണം. ഇത് അർജുന്റേതാണോ? അത് ഏട്ടന്റെ ഷർട്ടാണ്. അത് തൂങ്ങിക്കിടക്കുന്നത് ബാഗിലുള്ളതായിരിക്കും. അന്ന് ധരിച്ച ബനിയനാണെന്നാ പറഞ്ഞത്. ഏട്ടൻ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ബിരിയാണി വീട്ടിലെ പോകുമ്പോ കൊറേ ഡ്രസ്സൊക്കെ ഏട്ടൻ അയല് പോലെ ഉണ്ടാവും, ചെറിയ കയറ്. ആ അയലിൽ തൂക്കിയിട്ടില്ലേ, അയല് ബാക്കിൽ. അഭിജിത്ത് എപ്പോഴെങ്കിലും അർജുന്റെ കൂടെ ഇതുപോലെ ലോറിയിൽ പോയിട്ടുണ്ടായിരുന്നു? ഇതില് പോയിട്ടില്ല. ഇതിനു മുന്നേ ഉള്ള ലോറികളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. 4-5 ട്രിപ്പ്, ഊട്ടി, മൂന്നാർ, അങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഏട്ടനെ കൊണ്ട് പോയി. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ ഒരു വാക്ക് നമ്മുടെ ചാനലിലും അർജുനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്തത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, നമസ്കാരം.